നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി ദേവേന്ദ്ര ഫട്നാവിസ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ആസാദ് മൈതാനിയിൽ ഇന്ന് വൈകുന്നേരം 5:30-ക്കാണ് ചടങ്ങ്. പ്രധാനമന്ത്രി, 9 കേന്ദ്രമന്ത്രിമാർ, 3 മുഖ്യമന്ത്രിമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. വീണ്ടും മുഖ്യമന്ത്രി കസേരയിലെത്തുമ്പോൾ ഫട്നാവിസിന് ഇത് മധുര പ്രതികാരം. ഒരിക്കലും ഫട്നാവിസിനെ മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രിയാകാൻ സമ്മതിക്കില്ലെന്ന് സത്യപ്രതിജ്ഞ ചെയ്ത 2 പേർ, ശരത് പവാറും ഉദ്ധവ് താക്കറെയും ഒടുവിൽ പരാജയം സമ്മതിക്കുന്നു. ഡിസംബർ 5-ന് മുഖ്യമന്ത്രിയായി ദേവേന്ദ്ര ഫട്നാവിസ് സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് ഫട്നാവിസും അജിത് പവാറും ഏക്നാഥ് ഷിൻഡെയും സംയുക്തമായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചതോടെ ശരത് പവാറും ഉദ്ധവ് താക്കറെയും കണ്ടം വഴി ഓടി. കഴിഞ്ഞ ദിവസങ്ങളിൽ ഏക്നാഥ് ഷിൻഡെയെ പാട്ടിലാക്കാൻ ഇരുവരും ശ്രമിച്ചിരുന്നതായുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇവരുടെ തന്ത്രങ്ങളൊന്നും ഇക്കുറി ഫലിച്ചില്ല. അങ്ങേയറ്റം സമ്മർദ്ദം കാരണം തന്റെ ജന്മനാട്ടിലേക്ക് പോയി 2 നാൾ മാറി നിന്ന ഷിൻഡെ മടങ്ങിയെത്തിയിരിക്കുകയാണ്. അതോടെ ഇനി തന്ത്രങ്ങളൊന്നും ഫലിക്കാൻ പോകില്ലെന്ന് ഇരുവരും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. 2019 തെരഞ്ഞെടുപ്പിൽ 106 സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി BJP മാറിയെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനം വേണമെന്നും 56 സീറ്റുകൾ നേടിയ ശിവസേന വാദിച്ചതോടെ സഖ്യം തകർന്നു. ഇതോടെ NCPയിലെ അജിത് പവാറിന്റെ പിന്തുണയോടെ നവംബർ 23-ന് ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയായി. എന്നാൽ ഈ സഖ്യത്തെ NCP നേതാവ് ശരത് പവാർ അംഗീകരിക്കാത്തതിനാൽ ഫട്നാവിസ് സ്ഥാനം ഒഴിയുകയായിരുന്നു. ഫട്നാവിസിന്റെ ആ രാജി വലിയ നാണക്കേടിലേക്ക് കൂടിയാണ് അദ്ദേഹത്തെ തള്ളിവിട്ടത്. ചുരുങ്ങിയ കാലം മുഖ്യമന്ത്രിയായവരുടെ പട്ടികയിൽ ദേവേന്ദ്ര ഫട്നാവിസും ഉൾപ്പെട്ടു. അധികാര കസേരയുടെ പേരിൽ BJPയുടെ പിന്തുണ പിൻവലിച്ച് ത്രികക്ഷി സഖ്യമുണ്ടാക്കിയ ശിവസേന സ്വപ്നത്തിൽ പോലും കാണാത്ത നീക്കമാണ് മഹാരാഷ്ട്രയിൽ നടന്നത്. ഒരിക്കലും ചേരാത്ത ശിവസേനയെ പിന്തുണച്ച കോൺഗ്രസിനും കനത്ത തിരിച്ചടിയാണ് കിട്ടിയത്. ദേവേന്ദ്ര ഫട്നാവിസ് ഇന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ 2019 നവംബർ 28-ന് നിയമസഭയിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം വീണ്ടും ചർച്ചയാവുകയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെച്ച ഫട്നാവിസ് അന്ന് പറഞ്ഞു, തിരിച്ചു വരുമെന്ന്. വെള്ളം ഇറങ്ങുന്നത് കണ്ട് എന്റെ തീരത്ത് വീട് പണിയരുത്, ഞാൻ സമുദ്രമാണ്, വീണ്ടും തിരിച്ചു വരും എന്ന പ്രസിദ്ധമായ ഉദ്ധരണിയാണ് അദ്ദേഹം ഉപയോഗിച്ചത്. ഈ പ്രസംഗം വൈറലായി മാറുകയാണ് സോഷ്യൽ മീഡിയയിൽ. രാജിവെച്ച ഫട്നാവിസ് പ്രതിപക്ഷ നേതാവായി നവംബർ 28-നാണ് നിയമസഭയിൽ ഈ പ്രസംഗം നടത്തിയത്. 2022 വരെ മഹാരാഷ്ട്ര നിയമസഭാ പ്രതിപക്ഷ നേതാവായി പ്രവർത്തിച്ച അദ്ദേഹം പിന്നീട് BJP, ശിവസേന, NCP മഹായുതി സഖ്യ സർക്കാരിൽ ഉപമുഖ്യമന്ത്രിയായി. മഹാരാഷ്ട്രയെ വികസനത്തിന്റെ പാതയിൽ കൈപിടിച്ചു നടത്തിയ മുഖ്യമന്ത്രി, അതാണ് ദേവേന്ദ്ര ഫട്നാവിസ് എന്നും പ്രിയങ്കരനാവുന്നത്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് ഫട്നാവിസ് രാഷ്ട്രീയത്തിലെത്തുന്നത്. 21-ാം വയസ്സിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായി. പിന്നീട് തുടർച്ചയായി മേയർ സ്ഥാനം അലങ്കരിച്ചു. 2019 മുതൽ നാഗ്പൂർ മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ. തുടർന്ന് 2014-ൽ മുഖ്യമന്ത്രി പദത്തിലേക്ക്. നാഗ്പൂർ മുൻ MLA ആയിരുന്ന ഗംഗാധർ ഫട്നാവിസിന്റെയും സരിതയുടെയും മകനായി 1970 ജൂലൈ 22-നാണ് ഫട്നാവിസ് ജനിച്ചത്. നാഗ്പൂർ ഗവൺമെന്റ് ലോ കോളേജിൽ നിയമബിരുദം നേടി. ജർമ്മനിയിലുള്ള ബെർലിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിസിനസ് മാനേജ്മെന്റിൽ ബിരുദാനന്തര ബിരുദവും നേടി. ABVP-യിലൂടെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായ ഫട്നാവിസ് യുവമോർച്ചയുടെയും BJPയുടെയും വിവിധ ചുമതലകൾ വഹിച്ചു. 2010-ൽ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറിയും 2013 മുതൽ 2015 വരെ BJP സംസ്ഥാന പ്രസിഡന്റുമായി. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.